പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ SS ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗത്തിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. The integration was really a Herculean task and Sardar Vallabhbhai Patel was the Union Minister entrusted with this mission. Who was the Secretary of the Department of States? സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? VP മേനോൻ. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ വാസ് പ്രിപ്പയർഡ് ബൈ. ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് VP മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്നു. ഇൻ വിച്ച് ഇയർ ഡിഡ് പോണ്ടിച്ചേരി ബിക്കം ദ പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ? പോണ്ടിച്ചേരി ഇന്ത്യയുടെ ഭാഗമായത് എന്ന്? 1954, 1954. ഇൻ വിച്ച് ഇയർ ഡിഡ് ഗോവ ബിക്കം ദ പാർട്ട് ഓഫ് ഇന്ത്യൻ യൂണിയൻ? ഗോവ ഇന്ത്യയുടെ ഭാഗമായത് എന്ന്? 1961, 1961. Who was the head of Tata Institute of Fundamental Research and Indian Atomic Energy Commission? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയുടെ തലവൻ ആരായിരുന്നു? HJ ഭാഭ. When did Indian National Committee for Space Research INCOSPAR form? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപം കൊണ്ടത് എന്ന്? 1962, 1962. When did Indian Space Research Organization ISRO form? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപം കൊണ്ടത് എന്ന്? 1969, 1969. Which was the first rocket launching station in India? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരം. Which was the first satellite launched by India? ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതായിരുന്നു? ആര്യഭട്ട. നെയിം ദ ഫസ്റ്റ് ലൂണാർ മിഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചന്ദ്രയാൻ. നെയിം ദ സ്പേസ് മിഷൻ ഓഫ് ഇന്ത്യ ടു മാസ്. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം എന്തു പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ. What is the objective of Dr. Radhakrishnan Commission 1948? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ലക്ഷ്യം എന്താണ്? ടു സ്റ്റഡി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952? ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യം എന്താണ്? ടു സ്റ്റഡി സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കോത്താരി കമ്മീഷൻ 1964? കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യം എന്താണ്? ടു പ്രൊപ്പോസ് എ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റിയുള്ള നിർദ്ദേശം. ഹു വാസ് ദ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു.
In which year the Panchasheel Principles are signed by India and China? ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത് എന്ന്? 1954, 1954. നന്നായി പഠിക്കുക. വിജയാശംസകൾ.